ഹലോ മക്കളെ, ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് ഫുൾ മാർക്ക് നേടുക എന്ന് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികളുടെയും ഏറ്റവും വലിയ ലക്ഷ്യം തന്നെയാണ്. ഈ കാണുന്ന ലക്ഷ്യത്തിലേക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി സാധിക്കുക? നിങ്ങൾക്ക് അറിയാമായിരിക്കും, ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ ഏറ്റവും അധികം ഡിഫിക്കൽട്ടി ആയിട്ട് പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, മാത്സ് തന്നെയാണ്. മാത്തമാറ്റിക്സ്. നിങ്ങളെല്ലാവരും ഒരു ദിവസം 1 മണിക്കൂർ പഠിക്കാൻ തയ്യാറാണ്. നിങ്ങൾ 1 മണിക്കൂർ പഠിക്കാൻ വേണ്ടി തയ്യാറാണെങ്കിൽ നിങ്ങൾക്കുള്ള കിടിലൻ സ്റ്റഡി പ്ലാനാണ് ഞാൻ ഈ കാണുന്ന വീഡിയോയിൽ റിവീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ പറയുന്ന പോലെ എല്ലാവരും അതിഗംഭീര പഠിക്കുക. വളരെ സുഖമായിട്ട് നമുക്ക് ഇനിയുള്ള മാസം പഠിച്ചാലും ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നതാണ് പറയാൻ വേണ്ടിയുള്ളത്. സോ ജസ്റ്റ് 1 hour ആൻഡ് യു ക്യാൻ സ്കോർ ഫുൾ മാർക്ക്. 1 മണിക്കൂർ ഫുൾ മാർക്ക്, ഇതാണ് നിങ്ങളോട് പറയുന്ന ഓഫർ. സോ എല്ലാവരും ഈ കാണുന്ന വീഡിയോ മൊത്തമായിട്ട് സ്കിപ്പ് ചെയ്ത് കണ്ടുകൊണ്ട് തന്നെ ഈ കാണുന്ന വീഡിയോ കഴിയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ നേരെ തന്നെ പോകുന്നു. ആദ്യമായിട്ട് സ്റ്റഡി പ്ലാനിൽ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് ഏറ്റവും ബേസിക് ആയ കാര്യമുണ്ട്. അതായത് മാത്സിനായിട്ട് നമുക്ക് എന്താ മക്കളെ 2 types ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഒന്ന് ബേസിക് മാത്സും മറ്റൊന്ന് സ്റ്റാൻഡേർഡ് മാത്സും. 2 മാത്സ് ഉണ്ട്. അപ്പോൾ ചോദിക്കും, ഭയങ്കരമായിട്ട് സിലബസിൽ മാറ്റമുണ്ടോ? സിലബസിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. സിലബസിലൊന്നും യാതൊരു മാറ്റവുമില്ല. മാറ്റമുള്ളത് ചോദ്യപേപ്പറിൽ മാത്രമാണ്. അതായത് ബേസിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കമ്പാരിറ്റീവ്ലി ഈസിയാണ് സ്റ്റാൻഡേർഡായിട്ട് നോക്കുമ്പോൾ. അപ്പോൾ സ്റ്റാൻഡേർഡ് മാത്സ് എന്നാണ് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ബേസിക് മാത്സ് നമുക്ക് എന്താണ് കുറച്ചും കൂടി ഈസിയാണ്. എനിക്ക് എല്ലാവരോടും പറയാൻ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ ഡിവിഷൻ പാലിക്കരുത്. ഞാൻ ബേസിക് മാത്സ് ആണ്, അതുകൊണ്ട് ബേസിക് മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറെ സോൾവ് ചെയ്യുള്ളൂ എന്ന് ആരും തീരുമാനിക്കരുത്. അങ്ങനെ ഒരു തീരുമാനവും ഈ നിമിഷം ആരും എടുക്കാൻ വേണ്ടി പാടില്ല, ഒരാൾ പോലും. നിങ്ങളെല്ലാവരും ഒറ്റ ക്വസ്റ്റ്യൻ, അത് CBSE ബോർഡ് എക്സാമിൻ്റെ സ്റ്റാൻഡേർഡ് പേപ്പർ തന്നെ എല്ലാവരും ചെയ്ത് പഠിക്കാം. നമുക്ക് ഒരുപാട് സമയം ബാക്കിയുണ്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ ഹാർഡായ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ചെയ്ത് വേണം എല്ലാ വിദ്യാർത്ഥികളും പഠിക്കാനുണ്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് ഈസി ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഈസി ആയിട്ട് മാറുകയുള്ളൂ. ഇപ്പോഴും എപ്പോഴും നമ്മൾ ഈസി മാത്രം ചെയ്യുമ്പോൾ അതൊരിക്കലും നമുക്ക് എന്താണ് ഫ്യൂച്ചറിൽ ക്വസ്റ്റ്യൻ എങ്ങാനും ഒരല്പം ഹാർഡായി കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ആയതിനാൽ എൻ്റെ എല്ലാ മക്കളും എന്ത് ചെയ്യണം, ഏറ്റവും ഡിഫിക്കൽട്ടായ ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെ വേണം പഠിക്കുവാൻ വേണ്ടി. അങ്ങനെ നമ്മൾ പറഞ്ഞു 2 മാത്തമാറ്റിക്സ് ഉണ്ട്. ഈ നിമിഷം ഇതാരും കണക്കാക്കണ്ട. നിങ്ങളെല്ലാവരും എന്താണ് NCERT ബുക്കും അതുപോലെ തന്നെ ഒരുപാട് കാര്യം പഠിക്കാൻ വേണ്ടിയുണ്ട്, ഒക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്ന മുമ്പ് തന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ പോകുന്നു. നമുക്ക് എന്താണ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കാം. അതായത് നിങ്ങൾ ക്ലാസ് 10 CBSE ബോർഡ് എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോൾ ചോദ്യപേപ്പർ കിട്ടുമ്പോൾ ആ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഏതെല്ലാം സെക്ഷൻസ് ഉണ്ടാകും, ആ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിൻ്റെ മാർക്ക് എത്രയാണ് എന്നെല്ലാവരും മനസ്സിലാക്കണം. അതിനനുസരിച്ച് വേണം നമ്മൾ പഠിക്കുവാൻ വേണ്ടി. അറിയാമായിരിക്കും, ABCDE മൊത്തം 5 സെക്ഷൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത് മാത്തമാറ്റിക്സിനകത്ത്. സോഷ്യൽ ആകുമ്പോൾ ഒരെണ്ണം കൂടും കേട്ടോ. ആൻഡ് സെക്ഷൻ A എന്ന് മക്കളെ MCQs ആണ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 mark. ആൻഡ് അതിന് നമുക്ക് എന്താണ് 18 ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ആൻഡ് 2 ക്വസ്റ്റ്യൻ നമുക്കുള്ള അസേർഷൻ റീസണുമാണ്. അങ്ങനെയാണ് നമുക്കിത് ടോട്ടലി 20 ക്വസ്റ്റ്യൻസ്. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വെച്ച് 20 മാർക്കാണ് നമുക്കിത് ബോർഡ് എക്സാമിന് വളരെ സുഖമായിട്ട് ഞാൻ പറയില്ല, അത്യാവശ്യം ബുദ്ധിമുട്ടി നേടാൻ വേണ്ടി സാധിക്കുന്ന 20 മാർക്ക്. എപ്പോഴും ഏറ്റവും അധികം മാർക്ക് പോകുന്നൊരു ഭാഗം MCQs ആണ്. MCQ മാർക്കിലുപരി ഒരുപാട് സമയം പോകുന്ന ഭാഗം. നമ്മൾ ഒരുപാട് സമയം വെറുതെ അനാവശ്യമായിട്ട് കളയും. ഈ കാണുന്ന പാർട്ട് A 20 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി 1 hour ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. 1 hour, യുനോ 1 hour എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് ഒരു ചെറിയ സമയമല്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും എല്ലാം തന്നെ ചെയ്യേണ്ട സമയമാണെന്ന് 1 hour. നിങ്ങൾ മാക്സിമം ഈ 20 ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് എടുക്കേണ്ട സമയം എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 30 to 40 minutes. ഞാൻ പറയുന്നത് മാക്സിമം ഉണ്ടോ, മാക്സിമം 40 മിനിറ്റ്സിൽ നിന്നാണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഈ 20 മാർക്സ് എന്താണ് ഉറപ്പ് വരുത്തണം. എന്നാലാണ് നമുക്ക് ബാക്കി എല്ലാ സെക്ഷൻസും വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഓർത്തോളൂ. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് മക്കളെ 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ആൻഡ് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 marks. എല്ലാം 2 മാർക്കിൻ്റെ സെക്ഷൻ B വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് VSA. തേർഡ് പാർട്ട് എന്ന് പറയുമ്പോൾ സെക്ഷൻ C മക്കളെ നിങ്ങൾ 6 ക്വസ്റ്റ്യൻ 6 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ഈച്ച് ക്യാരീസ് 3 mark. ഇതാണ് മക്കളെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ SA. ആൻഡ് ഫൈനലി വി ഹാവ് സെക്ഷൻ D എന്ന് പറയുന്നത് 4 ക്വസ്റ്റ്യൻ എല്ലാവരും ആൻസർ ചെയ്യണം. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കൂ, 1 ക്വസ്റ്റ്യൻ 5 മാർക്ക്. അങ്ങനെ 5 മാർക്കിൻ്റെ നിങ്ങൾ 4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ടോട്ടൽ കിട്ടാൻ വേണ്ടി പോകുന്നത് 20 മാർക്സ് ആണ്. അപ്പോൾ ചോദിക്കും, ഓവർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത്
നമ്മൾക്ക് എന്താണ് ഒരു 6 ക്വസ്റ്റ്യൻ ഉണ്ടാകും, അതിൽ നിന്ന് 4 എണ്ണം എഴുതണം. അങ്ങനത്തെ ഒരു ഓപ്ഷൻ CBSE ബോർഡ് എക്സാമിനില്ല. മറ്റ് സ്റ്റേറ്റ് ബോർഡ് എക്സാം നോക്കുമ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസ് വരും, ആൻസർ എനി 7, അങ്ങനെയാണ്. നിങ്ങൾക്ക് അങ്ങനെയല്ല. നിങ്ങൾക്കുള്ള ഓർ ക്വസ്റ്റ്യൻ പറയുന്നത് ഇന്റേണൽ ഓറാണ്. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാകും, സെക്കൻഡ് ഉണ്ടാകും, തേർഡ് ഉണ്ടാകും, ഫോർത്ത് ഉണ്ടാകും. അവരെന്ത് ചെയ്യും? സെക്കൻഡ് ക്വസ്റ്റ്യന് അവർ 2 കൊടുക്കും. ഒന്നെങ്കിൽ A എഴുതാം ഓർ B എഴുതാം, അങ്ങനെ പറയും. ഫോർത്തിനും അതുപോലെ തന്നെ അവർ 2 കൊടുക്കും. ഒന്നെങ്കിൽ A എഴുതാം ഓർ B എഴുതാം. ഇതിലത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കെന്താണ്, ഈ പറയുന്ന A എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനകത്ത് ഒരുപാട് സബ് പാർട്സ് ഉണ്ടാവും. ഈ സബ് പാർട്സിൽ ചിലപ്പോൾ നമുക്ക് എന്താണ് ഏതെങ്കിലും ഒരെണ്ണം അറിയുണ്ടാവില്ല. അല്ലെങ്കിൽ എന്താണ് ഈ കാണുന്ന ബിയിൽ നമുക്ക് എന്താണ് ഒരുപാട് സബ് പാർട്സ് ഉണ്ടാവും. ചിലപ്പോൾ എന്താണ് നമുക്ക് ഒരെണ്ണം അറിയുണ്ടാവില്ല. അതായത് നമുക്ക് എന്താണ് എയും ബിയും മിസ്സായോടെ. അതുപോലെ എന്താണ് ഈ കാണുന്ന എയും ബിയും നമുക്കറിയാം, എനിക്ക് ഇവിടുത്തെ ഓപ്ഷൻസ് അറിയാം. എനിക്കറിയാത്ത എന്താണ് ഈ കാണുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒന്നും ചെയ്യാനില്ല, 5 മാർക്ക് പോയി. നിങ്ങളിവിടെ ഇതിലത്തെ എല്ലാ ക്വസ്റ്റ്യനും എഴുതി, ബാക്കിയുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ എഴുതിയാലും നിങ്ങൾ മനസ്സിലാക്കണം ഇവിടുത്തെ 5 മാർക്ക്, ഇവിടുത്തെ 5 മാർക്സ് ഒക്കെ എന്താണ് നഷ്ടപ്പെട്ട് കഴിഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവന് ഓറില്ല. അപ്പോൾ ഒരു ഓർ ക്വസ്റ്റ്യൻ്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് അധികം വരുന്നില്ല. ഓക്കെ, ഞാൻ ഒരിക്കലും അഡ്വാൻറ്റേജ് ഇല്ല എന്ന് ഞാൻ പറയില്ല, അഡ്വാൻറ്റേജ് ഉണ്ട്. എന്നാൽ നമുക്ക് എന്താണ് അധികമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് എല്ലാ മക്കളും മനസ്സിലാക്കാം. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അവസാനമായിട്ട് വരുന്ന സെക്ഷൻ E എന്ന് പറയുന്നത് കേസ് സ്റ്റഡിയാണ്. കേസ് സ്റ്റഡിക്കകത്ത് മക്കളെ മൊത്തം 3 കേസ് സ്റ്റഡി ഉണ്ടാകും. ഓക്കെ, 3 കേസ് സ്റ്റഡീസ്. ഈച്ച് കേസ് സ്റ്റഡി ക്യാരീസ് 4 മാർക്സ്, 4 മാർക്ക്. അതിൻ്റെ സ്പ്ലിറ്റപ്പ് എന്ന് പറയുന്നത് 1 മാർക്ക്, 1 മാർക്ക്, 2 മാർക്ക്. ഇങ്ങനെയാണ് നമുക്കെന്ത് കേസ് സ്റ്റഡിയുടെ സ്പ്ലിറ്റപ്പ് കാണാൻ വേണ്ടി സാധിക്കും. സോ ഇത്തരത്തിൽ അതിഗംഭീരമായിട്ടാണ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ CBSE പ്രിപ്പയർ ചെയ്യുന്നത്. ഈ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ മക്കളും നിർബന്ധമായിട്ടും അനലൈസ് ചെയ്യണം, നിർബന്ധം പഠിക്കണം. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ ആയിട്ട് ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ടാകും. അതിനുമുമ്പ് ചുമ്മാ ഒരു പാറ്റേൺ എന്ന രീതിക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവമാണെന്ന് ഞാൻ ഈ ഒരു സമയത്ത് നിങ്ങളുമായി ഡിസ്കസ് ചെയ്തത്. ഇനി മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ പഠിക്കണം? 1 മണിക്കൂർ ഞാൻ പഠിക്കാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ കയ്യിലുള്ള മാസങ്ങൾ, മന്ത്സ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ സെപ്റ്റംബർ ലാസ്റ്റ് വീക്കായി. സെപ്റ്റംബർ ഒഴിവാക്കിക്കോ, നവംബർ, ഡിസംബർ, ജനുവരി. ഓക്കെ, ഇങ്ങനെ 3 മാസമാണ് എൻ്റെ കയ്യിൽ ഉള്ളത്. ഈ കാണുന്ന 3 മാസം കൊണ്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ സിലബസ് കംപ്ലീറ്റ് പഠിച്ച് തീർക്കുക എന്നായിരിക്കും നിങ്ങൾ എല്ലാവരും തന്നെ ആലോചിക്കാം. ഓക്കെ, സോറി, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, 4 മാസം കേട്ടോ, 4 മാസം. ഓക്കെ, സോറി, 4 മന്ത്സ്. നിങ്ങളുടെ കയ്യിൽ 4 മാസമുണ്ട്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി. എങ്ങനെയാണ് ഈ പറയുന്ന 4 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് പഠിച്ചു തീർക്കാം? അതാണ് എല്ലാവരും ആലോചിക്കാം. ഈസിയാണോ? ഈസിയല്ല. ഹാർഡാണോ? ഹാർഡുമല്ല. നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ ഞാൻ പറയുന്ന പോലെ പഠിക്കാൻ വേണ്ടി തയ്യാറാണോ? ഒരു ദിവസം 1 മണിക്കൂർ പഠിക്കാൻ വേണ്ടി തയ്യാറാണോ? എങ്കിൽ ഞാൻ ഒരുപാട് കണക്കുകൾ കാണിച്ചു തരാം. ഈ കാണുന്ന കണക്കുകൾ മതി നിങ്ങൾക്ക് ബോർഡ് എക്സാമിനകത്ത് ഫുൾ മാർക്കിലേക്ക് എത്തുവാൻ വേണ്ടി. മക്കളെ ശ്രദ്ധിക്കൂ, ഒക്ടോബർ മാസം ആരംഭിക്കാൻ വേണ്ടി പോകുന്നു, ഒക്ടോബർ ഫസ്റ്റ് വീക്ക്. ആൻഡ് യു ഓൾ നോ ദാറ്റ് ഒക്ടോബർ നമുക്ക് എന്താണ് മൊത്തമുള്ളത് 31 ഡേയ്സ്. ഈ കാണുന്ന 31 ഡേയ്സിൽ നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 4 ചാപ്റ്റേഴ്സ്. അപ്പം പറയും ഓക്കെ 4 പഠിക്കാം, സോ കൂൾ എന്ന് പറയും. അപ്പോൾ ചോദിക്കും ഏത് 4 പാഠം? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ അറൈസസ്. ഏത് 4 പാഠം? ഞാൻ റിയൽ നമ്പേഴ്സ് പഠിക്കാം, ഞാൻ പോളിനോമിയൽസ് പഠിക്കാം, ഞാൻ ലീനിയർ ഇക്വേഷൻ പഠിക്കാം, ഞാൻ ക്വാഡ്രാറ്റിക് പഠിക്കാം എന്നായിരിക്കും ചിന്തിക്കാം. ആ 4 പാഠം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലർക്ക് ആ 4 പാഠമായിരിക്കാം. ഞാൻ പറയുന്ന വാക്ക് സൂക്ഷിച്ചു കേൾക്കാം. നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത 4 പാഠം, ഇന്നേ വരെ കേൾക്കാത്ത 4 പാഠം. ഫോർ എക്സാമ്പിൾ, ഒരുപാട് പേർക്ക് ട്രിഗണോമെട്രി ഡിഫിക്കൽട്ട് ആയിരിക്കാം. നിർബന്ധമായിട്ടും എല്ലാവരും ട്രിഗണോമെട്രി ഇപ്പോൾ പഠിക്കണം. ഈ മാസം നിങ്ങൾ ട്രിഗണോമെട്രി പഠിച്ചില്ലെങ്കിൽ മക്കളെ ഞാൻ പറയുന്നു കയ്യിൽ നിന്നെല്ലാം പൂട്ടും, എല്ലാം മുകയുന്നു. ട്രിഗണോമെട്രി പോലത്തെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ക്വാഡ്രാറ്റിക് ഉണ്ടല്ലോ, ഡിഫിക്കൽട്ടാണ് പഠിക്കാനുണ്ടാ, ഡിഫിക്കൽട്ടാണ് പഠിക്കാനുണ്ട്, ട്രയാങ്കിൾസ് പഠിക്കാനുണ്ട്. അങ്ങനത്തെ വലിയ വലിയ പാഠങ്ങൾ നിങ്ങൾ ഈ ഒക്ടോബർ മാസം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത് ചെറുതല്ല, വളരെ വലുതാണ്. എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് ഒരു കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ വേണ്ടി പോവുക. അതിഗംഭീരമായ കോൺഫിഡൻസ്, ഒരു ചെറിയ കോൺഫിഡൻസ് അല്ല, ഒരു വലിയ കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുക. കാരണം നമ്മൾ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിലെ ഏറ്റവും
പ്രൈമായിട്ട് നിൽക്കുന്ന ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് വരുന്ന ചാപ്റ്റേഴ്സാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഗൈസ്, 4 ചാപ്റ്റർ ഒരു മാസം കൊണ്ട് പഠിക്കുക, 1 മന്ത് കൊണ്ട്, അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? ഞാൻ പറഞ്ഞു 1 അവർ എന്ന് പറഞ്ഞു. നിങ്ങളങ്ങനെ 1 അവർ മാത്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ 1 മന്ത്, ഇവിടെ 31 ഡേയ്സ് ഒക്ടോബറിൽ, 31 വേണ്ട 30 ഡേയ്സ്. ഹൗ മെനി അവേഴ്സ്? 30 അവേഴ്സ്. 30 അവർ മതി. ഈ കാണുന്ന 30 അവേഴ്സ് കൊണ്ട് നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് 4 പാഠം പഠിക്കാം. അതായത് ഇതിലത്തെ ഇപ്പോൾ നിങ്ങൾ 4 പാഠം എടുക്കുമ്പോൾ 4ഉം വളരെ വലുതെടുക്കൂല, 3 എണ്ണം വലുത്, 1 ചെറുതായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണമെങ്കിൽ ട്രിഗണോമെട്രി പറയാം, 10 അവേഴ്സ് വേണം. ക്വാഡ്രാറ്റിക് പറയാം, വേണമെങ്കിൽ 8 അവേഴ്സ് വേണം. ആൻഡ് ഫൈനലി നമുക്ക് എന്താണ് 3rd ചാപ്റ്ററായി ഞാൻ പറഞ്ഞു ട്രയാങ്കിൾസ് പറയാം, 8 അവേഴ്സ് വേണം. വേറൊരു ചെറിയ പാഠം പ്രോബിലിറ്റി പറയാം, 4 അവേഴ്സ്. 4 അവേഴ്സ് ഒന്നും വേണ്ട പ്രോബിലിറ്റിക്കും. അപ്പോൾ അത്രയ്ക്കും നമുക്ക് എന്താണ് സ്ട്രക്ചർ ചെയ്തുകൊണ്ട് 30 അവേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇത്തരത്തിൽ തിരിച്ച് പഠിക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താണ് വളരെ സുഖമായിട്ട് 4 പാഠം പഠിച്ചു കഴിഞ്ഞു 1 മാസം കൊണ്ട്. നിങ്ങളത് ഒക്ടോബറിലും പഠിക്കണം മക്കൾ, അതുപോലെ തന്നെ നവംബറിലും പഠിക്കണം. ഓക്കെ, വീണ്ടും പറയുന്നു, അറിയാത്ത പാഠങ്ങൾ സർഫസ് ഏരിയ ആൻഡ് വോളിയം പോലത്തെ അതൊക്കെ വളരെ ഈസിയാണ്. കാൽക്കുലേഷൻ മാത്രമാണ് ഡിഫിക്കൽട്ട്. ഏരിയ റിലേറ്റഡ് ടു സർക്കിൾസ് പോലത്തെ ഓക്കെ, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ പഠിക്കണം. ആൻഡ് ഫൈനലി സ്റ്റാറ്റിസ്റ്റിക്സ് ഓൾസോ. സോ ലാസ്റ്റ് പാർട്ട് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ചോദിക്കും, ഡിസംബറിൽ നമുക്ക് 2 ചാപ്റ്റേഴ്സ് ആണല്ലോ ഞാൻ പറഞ്ഞേക്കുന്നത്, അതെന്താ അങ്ങനെയാണ്? ഓൾമോസ്റ്റ് എല്ലാ സ്കൂൾസിലും ഡിസംബർ മന്തിൽ നമുക്കുള്ള എക്സാംസ് ഉണ്ടാകും. നിങ്ങൾക്ക് ഡിസംബർ മന്ത് എന്ന് പറയുന്നത് എക്സാമിൻ്റെ മന്താണ് പൊതുവെ. അതായത് മോഡൽ എക്സാം ഉണ്ടാകാം, ചിലപ്പോൾ എന്താണ് സെക്കൻഡ് ടൈം എക്സാം ആയിരിക്കാം. പല സ്കൂൾ പല പോലെയാണ്. മോസ്റ്റ് ഓഫ് ദി സ്കൂൾസിന് മോഡൽ എക്സാം ആണെന്ന് ഡിസംബർ മന്ത് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ഡിസംബർ മന്ത് നമുക്ക് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കൽ ഈസി അല്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് 10 ഡേയ്സ് വെക്കേഷനായ 10 ദിവസം നിങ്ങൾ 2 പാഠം പഠിക്കുക. അതാണ് ലോജിക്കലി എന്ന് പറഞ്ഞത് 2 പാഠം. അല്ലാതെ ഒരാൾക്ക് പോലും ഓവർ ബേർഡൻ എന്ന രീതിക്ക് വേണമെങ്കിൽ എഴുതാം 6 പാഠം പഠിക്കുക വെക്കേഷൻ അല്ലേ, ഒന്നും വേണ്ട. ഇവിടെ നിങ്ങൾ 4ഉം 4ഉം 8ഉം 2ഉം 10 പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് ബോർഡ് എക്സാമിൽ ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും. ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ കാണുന്ന 8 പാഠം എന്ന് പറയുന്നത് നിങ്ങൾ ഇന്നേ വരെ പഠിക്കാത്ത, നിങ്ങൾക്കറിയാത്ത ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാം. അത് സ്കൂൾ ക്ലാസ് വരുമ്പോൾ സ്കൂൾ ടീച്ചർ എടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ പഠിക്കാം, ഒരു ഓപ്ഷൻ. സൈലം ക്ലാസ് കണ്ട് സൈലത്തിൻ്റെ ക്ലാസ് കേട്ട് ആ ചാപ്റ്റർ അപ്പോൾ തന്നെ പഠിച്ചു തീർക്കാം, സെക്കൻഡ് ഓപ്ഷൻ. ഇങ്ങനെ കൃത്യമായിട്ട് ക്ലാസ് കേട്ട് പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കൂളായിട്ട് ഞാൻ പറയുന്നു മക്കളെ, 8 അറിയാത്ത പാഠങ്ങൾ ഈ 2 മാസം കൊണ്ട് പഠിച്ചു തീർക്കാം. ആൻഡ് കുറച്ചൊക്കെ അറിയാവുന്ന വളരെ സിമ്പിളായ 2 പാഠങ്ങൾ നമുക്ക് എന്താണ് ഡിസംബറിൽ തീർക്കാം. ഒന്നെനിക്ക് ഉറപ്പാണ്, ഇന്നേ വരെ ഒരു പാഠത്തിൻ്റെ ബേസിക്സ് പോലും അറിയാത്ത ആരുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ റിയൽ നമ്പേഴ്സ് കേട്ടെങ്കിലും പരിചയമുണ്ടാവും. പ്രൂവ് ദാറ്റ് √3 ഈസ് ഇറാഷണൽ. ഓക്കെ, HCF എന്താണ്, LCM എന്നാണ് കേട്ടെങ്കിലും പരിചയമുണ്ടാവും. അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ചാപ്റ്റർ ആണല്ലോ. 10th ഒരു ആവേശം ഉണ്ടാവില്ല പഠിക്കാനായിട്ട്. അല്ലെങ്കിൽ പോളിനോമിയൽസിലെ എന്താണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, എങ്ങനെയാണ് സീറോസ് കണ്ടുപിടിക്കുക, റിലേഷൻ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ -b/a. അപ്പോൾ ഇങ്ങനത്തെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ വളരെ ബേസിക് ആയ സംഭവങ്ങൾ, അറിയാവുന്ന പാഠങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്ന പാഠങ്ങളുണ്ടെങ്കിൽ ആ ചാപ്റ്റേഴ്സാണ് മക്കളെ നിങ്ങൾ ജനുവരിയിൽ പഠിക്കുന്നത്, ഇൻ ദ മന്ത് ഓഫ് ജാൻ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്ന് വിശ്വാസമുള്ള പാഠങ്ങൾ. അതിന് 2 റീസൺ ഉണ്ട്. എന്തുകൊണ്ടെന്ന്, നിങ്ങൾ ഫസ്റ്റ് മോഡൽ എക്സാം ഒരു ഡിസംബർ 2nd വീക്ക് എഴുതുമ്പോൾ ഈ ഡിസംബർ 2nd വീക്കിലെ ഫസ്റ്റ് മോഡൽ എക്സാമിന് വേണ്ടി നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പാഠങ്ങൾ ഒന്ന് ഓടിച്ച് വായിച്ചു പോകും, പെട്ടെന്ന് വായിച്ചു പോകും, ഉറപ്പാണ്. ഈ 8 പാഠങ്ങൾ നിങ്ങൾ ഫുള്ള് പഠിച്ചു. ബാക്കി 6 പാഠം മാർക്ക് കിട്ടൂലല്ലോ, മോഡലിൽ ചീത്ത കേൾക്കുമല്ലോ. മക്കളെ കുഴപ്പമില്ല കേട്ടോ, ചീത്ത കേട്ടാലും ഒരു കുഴപ്പമില്ല. കൃത്യമായിട്ട് പറയാം, ഞാൻ പണ്ട് പറഞ്ഞ എൻ്റെ ഒരു കാര്യമുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ പഠിച്ചിട്ട് പോകുന്ന പാഠം അത് 5 ആണെങ്കിൽ ആ 5 പാഠത്തിലെ മുഴുവൻ മാർക്കും ഉറപ്പിച്ചിട്ടേ ഞാൻ വരുള്ളൂ. എന്നാലാണ് ഞാൻ പഠിച്ചത് ശരിയാണ്, ഞാൻ പഠിച്ചത് റൈറ്റ് ട്രാക്ക് ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. മാർക്കിന് വേണ്ടി ഒരു 2 പാഠം കൂടുതൽ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആ എക്സാമിന് മാർക്ക് കിട്ടും. എൻ്റെ എയിം എന്ന് പറയുന്നത് സ്കൂളിൽ നടത്തുന്ന ഫസ്റ്റ് മോഡൽ എക്സാമിന് ഫുൾ മാർക്ക് നേടാനാണോ? ഒരിക്കലുമല്ല. നമ്മളുടെ എയിം എന്ന് പറയുന്നത് ക്ലാസ് 10 CBSE ബോർഡ് എക്സാം CBSE ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഫുൾ മാർക്ക് നേടലാണ്.
അതിനുവേണ്ടി ഉടായ്പ് കാണിച്ച് 5, 6, 8, 10 പാഠം പഠിച്ചിട്ട് പോലല്ല. പഠിക്കുന്ന പാഠം എല്ലാം തന്നെ വൃത്തിയിൽ പഠിക്കാം, സമയമെടുത്തുകൊണ്ട് പഠിക്കാം. ഓരോ പാഠത്തിലെയും എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം ഞാൻ എന്താ മുൻകൂർ പറയാൻ വേണ്ടി പോവാണ്. അതിനുമുമ്പ് തന്നെ പറഞ്ഞു വെക്കുകയാണ് മക്കളെ, നിങ്ങൾ എത്ര പാഠം പഠിച്ചാലും നിങ്ങളുടെ ഈ സമയം പഠിക്കുമ്പോൾ 8 പാഠമായിരിക്കാം. എനിക്ക് ഈ ഫസ്റ്റ് മോഡൽ എക്സാമിന് ചിലപ്പോൾ മാർക്ക് 80ൽ 50 ആയിരിക്കാം. അയ്യോ പേടിയാവണു സാറേ, പേടിയാവണ്. നിങ്ങൾ അത് കണ്ട് പേടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട. എന്താ, നിങ്ങൾ ഈ പഠിച്ച 8 ചാപ്റ്റേഴ്സിലെ 95% മാർക്ക് മേലെ നേടാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കാം, ഹാപ്പി ആയിരിക്കാം. ഒരിക്കലും നിങ്ങൾ എന്താണ് 8ലെ സ്കോർ അല്ല നോക്കേണ്ടത്. പഠിച്ചു കഴിഞ്ഞ 8 ചാപ്റ്റേഴ്സിലെ അവിടുത്തെ സ്കോറാണ് നോക്കേണ്ടത്. നമ്മുടെ എക്സാം 8ലല്ല, നമ്മൾ പഠിച്ചു കഴിഞ്ഞ പാഠത്തിലാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് 95 നേടാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കണ്ട, പേടിക്കണ്ട. പക്ഷേ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ 95 കിട്ടിയില്ല, നിങ്ങൾക്കതൊരു 80% അല്ലെങ്കിൽ 75% അല്ലെങ്കിൽ 60% അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ പേടിക്കണം. അപ്പോൾ നിങ്ങൾ പേടിച്ചിരിക്കണം, കാരണം എന്തോ പ്രശ്നമുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം പറയാൻ പറ്റും, നിങ്ങൾ നിരന്തരമായിട്ട് എല്ലാ ദിവസവും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം 1 മണിക്കൂർ വെച്ച് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ സ്കോർ ഇതായിരിക്കില്ല, നിങ്ങളുടെ സ്കോർ ഇതായിരിക്കും. ഇറ്റ്സ് ഷുവർ ഷോട്ട്, ഉറപ്പാ, 100% ഉറപ്പാ. കാരണം നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന് എണ്ണം എന്ന് പറയുന്നത് ഒരിക്കലും ചെറുതായിരിക്കില്ല, വളരെ കൂടുതലായിരിക്കും, വളരെ കൂടുതൽ. അപ്പോൾ അങ്ങനെ പഠിച്ചു വേണം ഏതൊരു വിദ്യാർത്ഥിയും മുന്നോട്ട് പോകാൻ. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാൻ വേണ്ടിയുള്ളത് ഈ നിമിഷം. ആൻഡ് എങ്ങനെ പഠിക്കണം, ഇത് കാണുമ്പോൾ തോന്നും ഓട്ടോമാറ്റിക്കലി ഒരുപാട് പേർ ചോദിച്ചിരുന്നു മാത്സ് ഡിഫിക്കൽട്ടാണ്, മാത്സ് എങ്ങനെ പഠിക്കണം എന്നൊക്കെ തന്നെ. ശ്രദ്ധിക്കാം, ഞാൻ എപ്പോഴും പറയാനുള്ള സംഭവം, ഞാൻ എപ്പോഴും പറയാറുള്ളൂ, എപ്പോഴും ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ടിപ്സ്, സ്റ്റഡി ടിപ്സ്. എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. സ്പ്ലിറ്റ് ചാപ്റ്റേഴ്സ് ഇൻറ്റു പീസസ്, ഒരുപാട് സ്മോൾ പീസായിട്ട് ചാപ്റ്ററിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എല്ലാവർക്കും സ്കൂളിൽ ട്രിഗണോമെട്രി ആയിരിക്കും. NCERT സ്പ്ലിറ്റിംഗ് സൂപ്പറാണല്ലോ. അതായത് ആദ്യം ട്രിഗണോമെട്രിക് റേഷ്യോസ് അത് മാത്രം പഠിച്ചു, അതിൻ്റെ എല്ലാ പ്രോബ്ലം ചെയ്തു. സെക്കൻഡ് ലെയർ ആംഗിൾസിൻ്റെ പ്രോബ്ലം, ട്രിഗണോമെട്രിക് ആംഗിൾസ്. ഓക്കെ, അതായത് sin 30, sin 60, sin 45, sin 90, sin 0, കോസും ടാനും എല്ലാത്തിൻ്റെയും ആംഗിൾ വെച്ചുള്ള എല്ലാ പ്രോബ്ലം പഠിച്ചു കഴിഞ്ഞു. സെക്കൻഡ് പീസ്. തേർഡ് പീസ് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ്, sin square theta plus cos square theta 1 plus tan square theta 6 square theta 1 plus cos square theta cos 6 square theta, ഇങ്ങനെയുള്ള ഐഡൻറ്റിറ്റീസ് വെച്ചുള്ള പ്രോബ്ലംസ് പഠിക്കുന്നു. പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്കറിയാം ഐഡൻറ്റിറ്റീസ് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ് ആസ് വി കമ്പയർ ടു ട്രിഗണോമെട്രിക് റേഷ്യോസ് ആൻഡ് ട്രിഗണോമെട്രിക് ആംഗിൾസ്. അപ്പോൾ ഒരിക്കലും എല്ലാത്തിനും ടോട്ടൽ എന്താ 10 hours പറഞ്ഞു, അപ്പോൾ നമുക്ക് എന്താ 3, 3, 4 അങ്ങനെ കൊടുക്കാം. അങ്ങനെയല്ല ചെയ്യണ്ടേ. ട്രിഗണോമെട്രിക് റേഷ്യോക്ക് 2 hours, ആംഗിൾസിന് 3 hours അല്ലെങ്കിൽ 2 hours മതി. ബാക്കിയുള്ള 6 hours പഠിക്കേണ്ട എന്താണ്, ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ആണ്. അപ്പോൾ അങ്ങനെ പീസാക്കി ഡിവൈഡ് ചെയ്യുക. ഓരോ പീസിനും എന്താണ് നിശ്ചിത സമയം കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് എന്താണ് തീർക്കാൻ വേണ്ടി സാധിക്കും. അതായത് 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് വളരെ സുഖമായിട്ട് ട്രിഗണോമെട്രിക് റേഷ്യോസ് തീർക്കാം, ഉറപ്പാ. 2 days കൊണ്ട് ട്രിഗണോമെട്രിക് ആംഗിൾസ് തീർക്കാം. 6 days കൊണ്ട് എന്താണ് കംപ്ലീറ്റ് ഐഡൻറ്റിറ്റീസ് പഠിച്ചു തീർക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സ്ട്രക്ചർ ചെയ്യണം നിങ്ങളുടെ പഠനത്തിനെ. അതായത് ഓരോ ചാപ്റ്ററിനും എന്താണ് ഒരുപാട് പീസാക്കി ഡിവൈഡ് ചെയ്യുക ആൻഡ് ഈ കാണുന്ന ഡിവിഷന് വേണ്ടി ടൈം അലോട്ട് ചെയ്യുക, പഠിക്കാം. ഓക്കെ, സെക്കൻഡ് തിങ്, മേക്ക് ഷോർട്ട് നോട്ട്സ്, ഹൈലി ഇമ്പോർട്ടൻറ്റ്. ഷോർട്ട് നോട്ട്സ് എന്താണ് ഇത്രയ്ക്കും യൂസ്ഫുൾ, എന്തിനാണ് ഞാൻ ഷോർട്ട് നോട്ട്സ് എഴുതാൻ വേണ്ടി പറയുന്നത്? ഇപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ കൂടി നിങ്ങൾ വീണ്ടും പഠിക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് ഈസിയല്ല. എല്ലാ ഫോർമുലാസും എല്ലാ ക്വസ്റ്റ്യൻസും വീണ്ടും നിങ്ങൾ എവിടെയാണെന്ന് മറച്ചു നോക്കുമ്പോൾ സമയമെടുക്കും. ഷോർട്ട് നോട്ട്സിൻ്റെ ഏറ്റവും വലിയ ഉപകാരം മാത്സിലുപരി സയൻസിലും സോഷ്യലും എല്ലാം തന്നെയാണ്. മാത്സിലും ക്വസ്റ്റ്യൻസാണ്, ക്വസ്റ്റ്യൻ കാണാൻ വേണം. പക്ഷേ സയൻസിൽ അങ്ങനെയല്ല, ടോപ്പിക് വൈസ് തിരിച്ചുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച് ടോപ്പിക്കിലെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് മാത്രം മനസ്സിലാക്കി വെക്കുന്നു, അത് എക്സാമിന് വരുന്നു, എക്സാം എഴുതുന്നു. അങ്ങനെ വേണം. നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കുമ്പോൾ തന്നെ ഫോർമുലാസ് എല്ലാം തന്നെ എഴുതി വെക്കുക. പഠിക്കുമ്പോൾ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്താണ് അത് എഴുതി വെക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ സ്റ്റാർട്ട് വയ്ക്കുക. അത്രമേൽ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ റിവിഷൻ സമയത്ത്. ഇതൊക്കെ തന്നെ ഞാൻ പണ്ട് ചെയ്ത സംഭവം തന്നെയാണ്. സൈലത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ ഷോർട്ട് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ കാണുന്ന
ഷോർട്ട് നോട്ട്സിൻ്റെ പേര്. ഓക്കെ, ഇങ്ങനെയാണിത് സൈലത്തിൻ്റെ ഷോർട്ട് നോട്ട്സ് നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അസ്ത്ര ബാച്ചിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇൻസ്റ്റാലേണെ പറ്റിയിട്ട് അത്രമേൽ ഗംഭീരമാക്കിയാണ് നമ്മളെന്ത് ഇൻസ്റ്റാലേൺ ഒരുപാട് ടോപ്പിക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് CBSE ബോർഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റാലേൺ കടന്നു പോകുന്നത്. ഓക്കെ, 2019 CBSE ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, 2019 കണ്ടോളല്ലോ, 2019 ഇറ്റ്സ് 2019. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ടോപ്പിക് കഴിഞ്ഞു. ഫസ്റ്റ് ടോപ്പിക്കിൻ്റെ CBSE ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ് ഇത് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഫസ്റ്റ് ടോപ്പിക് ഫസ്റ്റ് ടോപ്പിക് ഇവിടെ ഉണ്ടോ, എന്താണ് ലീനിയർ ഇക്വേഷൻ, ബേസിക്. ആൻഡ് നെക്സ്റ്റിലേക്ക് പോകുമ്പോൾ നോക്കിയ മക്കളെ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നെക്സ്റ്റ് ടോപ്പിക്, അതിൻ്റെ ക്വസ്റ്റ്യൻ. പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ, അതിൻ്റെ ക്വസ്റ്റ്യൻസ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ എന്താ, നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെന്താ, അൾജിബ്രിക് മെത്തേഡ്സ് ടു സോൾവിങ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ, ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സോൾവിങ് നമ്മുടെ കാണുന്ന നോ സൊല്യൂഷനും അതുപോലെ ഇൻഫൈനൈറ്റ് സൊല്യൂഷനും എല്ലാം തന്നെ വരുന്ന ഭാഗം ഇവിടെയുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളിന്ന് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ അണ്ടറിൽ എല്ലാം തന്നെ ക്വസ്റ്റ്യൻസും ഉണ്ടാകും. ഞാൻ എല്ലാ പേജും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. 5th പേജ് മക്കളെ, 5th പേജ് കഴിഞ്ഞാൽ 6th, 7th, 8th എല്ലാം ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈ കാണുന്ന ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് ഞാൻ എന്താണ് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ വേണം എല്ലാവരും മെറ്റീരിയൽ ഉണ്ടാക്കാനായിട്ട് കേട്ടോ. എല്ലാവരും എന്താണ് മെറ്റീരിയൽ ഉണ്ടാക്കുമ്പോൾ എന്താണ് ഒരു ടോപ്പിക് കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ്ങിൽ ക്വസ്റ്റ്യൻസും കൂടിയും ചെയ്തുകൊണ്ട് വേണം പോകാനായിട്ട്. ഞാനിവിടെ 6th, 7th, 8th പേജും ഒന്നും തന്നെ എന്താണ് ഉൾപ്പെടുത്തിയിട്ടില്ല. പറഞ്ഞുകൊണ്ടല്ല, ഒരുപാട് വലുതായി പോകുന്നതാണ് കേട്ടോ. ആൻഡ് മുന്നോട്ട് പോകുമ്പോൾ ലാസ്റ്റിലേക്ക് പോകുന്നു വേർഡ് പ്രോബ്ലം. അതിന് മുമ്പ് നോക്കിയേ, ഇങ്ങുണ്ടോ ലീനിയർ ഇക്വേഷൻ കണ്ടോ? ഈ സോൾവിങ് പോലും നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഒരുപാട് ടൈപ്പിലേക്ക് മാറ്റി. ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ബൈ ടേക്കിംഗ് LCM, ഫസ്റ്റ് ടൈപ്പ്. സെക്കൻഡ് ടൈപ്പ്, ഇക്വേഷൻ 1 ഉം 2 ആഡ് ചെയ്യുക, 1 into സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. CBSE ബോർഡ് എക്സാം വെച്ചതേ 2023 2023 CBSE ബോർഡ് എക്സാം വെച്ചാൽ. ടൈപ്പ് 3 നമ്മൾ എന്ത് ചെയ്തു, 1/x + 1/y അത്തരത്തിലുള്ള ചോദ്യങ്ങൾ. ഓക്കെ കണ്ടോ, 1/x 1/y ചോദ്യങ്ങൾ. പുട്ട് 1/x = u, 1/y = v. അങ്ങനെ അറ്റംപ്റ്റ്സ് നമ്മൾ എന്താണ് അപ്രോച്ച് ചെയ്തു. ആൻഡ് ഫൈനലി വേർഡ് പ്രോബ്ലം കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെന്ത് ഒരുപാട് സെക്ഷൻസ് ഡിവൈഡ് ചെയ്തുകൊണ്ട് പ്രോബ്ലംസ് എല്ലാം തന്നെ വിദ്യാർത്ഥികൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ വേണം നിങ്ങളുടെ ഷോർട്ട് നോട്ട്സ് ചെയ്യാനായിട്ട്. ഒരു ടോപ്പിക്ക് കഴിയുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫോർമുല നോട്ട് ചെയ്ത് വയ്ക്കാം. ഈ കാണുന്ന നോട്ട് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ അതിൻ്റെ അണ്ടറിൽ തന്നെ വേണം. സോ ദ റിവിഷൻ വിൽ ബി വെരി ഈസി ഫോർ യു ഗൈസ്. ഓക്കെ, മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ ഇത് മാത്രം പോരാന്ന് പറഞ്ഞു നമുക്ക് എന്താണ് ബാക്കിയുള്ള ചില ടിപ്സ് ആലോചിക്കാം. നിങ്ങൾ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞു, പറഞ്ഞ പോലെ തന്നെ നോട്ട്സ് എല്ലാം എഴുതി ഗംഭീരെ. NCERT ക്വസ്റ്റ്യൻസ് മസ്റ്റ്. കഴിഞ്ഞ തവണ CBSE ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് NCERT ബുക്ക് കംപ്ലീറ്റ് പഠിക്കുകയാണെങ്കിൽ 90% മേലെ മാർക്ക് കിട്ടുമെന്ന് ഞാൻ പറയുന്നു. കിട്ടും, ഇറ്റ്സ് ഈസി. അതുകൊണ്ട് NCERT ആരും ഒഴിവാക്കി വിടരുത്. NCERT പഠിക്കണം, NCERT ചെയ്യണം. NCERT എന്താണ്, നിങ്ങൾ നേരത്തെ തന്നെ NCERT എക്സാമ്പിൾസും എക്സസൈസും NCERT എക്സാംപ്ലർ എന്ന ക്വസ്റ്റ്യൻ ബുക്ക് ഉണ്ട്, അതും കൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇൻ കേസ് NCERT എക്സാംപ്ലർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, NCERT എക്സസൈസും എക്സാമ്പിൾസും ചെയ്യുക. എക്സാംപ്ലർ ഞങ്ങൾ നിങ്ങൾക്ക് തരും. സൈലത്തിൻ്റെ ലൈവ് ക്ലാസ്സിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടി NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ചെയ്തു തരും. ഓക്കെ, അവിടെ പേടിക്കണ്ട. അടുത്ത് MCQ ചെയ്യണം. കാരണം CBSE ബോർഡ് എക്സാം ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് 1 hour പൊതുവേ 20 MCQ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് MCQ ഈസിയാക്കുക? നമ്മൾ ഒരുപാട് MCQ ചെയ്യണം. അപ്പോൾ ഒരു ടോപ്പിക്ക് കഴിയുമ്പോൾ ഒരു ടോപ്പിക്കിൻ്റെ 5 MCQ എങ്കിലും ചെയ്യണം മിനിമം ലിസ്റ്റ്. ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, പഠിച്ചതെല്ലാം റൈറ്റ് ട്രാക്കാണെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ PYQ ചെയ്യണം, ചാപ്റ്ററിൻ്റെ PYQ. സോ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൻ്റെ PYQs ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ പഠിച്ചത് റൈറ്റ് ട്രാക്കാണോ, നിങ്ങൾ പഠിച്ചത് ശരിയായ ദിശയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ PYQ ചെയ്യണം. പഠിച്ചത് A, എക്സാമിന് ചോദിക്കുന്നത് C, എന്ത് കാര്യം? വേസ്റ്റ് അല്ലേ? നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ലോജിക്കുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുമ്പോഴാണ് നമ്മുടെ പഠനവും സക്സസ്ഫുൾ ആവുന്നത്. അപ്പോൾ എന്തോ പഠിച്ചു എന്തോ എക്സാമിന്, അതല്ല വേണ്ടത്. നിങ്ങൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ്, നിങ്ങൾ പഠിക്കുന്ന കോൺസെപ്റ്റ് എക്സാമിനുണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ട് എല്ലാവരും PYQs നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PYQs. സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അത് ഗംഭീരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ അതിൻ്റെ PYQ ഡിസ്കസിന് ശേഷം മാത്രമായിരിക്കും ഞങ്ങളെല്ലാവരും അടുത്ത പാഠത്തിലേക്ക് പോകാം. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ
ഞാൻ ടോപ്പിക്ക് കഴിയുമ്പോൾ ആ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന PYQs എല്ലാം അവിടെ തന്നെ ചെയ്യും. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകുന്നു, അതിൻ്റെ PYQസിലേക്ക് പോകുന്നു. അങ്ങനെ സ്ട്രക്ചർ ചെയ്താണ് ഓരോ അധ്യാപകരും സൈലസിനകത്ത് ക്ലാസ്സുകൾ നയിക്കുന്നത്. ഓക്കെ, ഗംഭീരമുള്ളത് ആലോചിക്കുക. ഓരോ ടോപ്പിക് കഴിയുമ്പോൾ അതിൻ്റെ PYQs അത്രയ്ക്കും സ്പ്ലിറ്റപ്പ് ചെയ്ത് അത്രയ്ക്കും മൈൻഡാണ് അസ്ത്ര ബാച്ചിൽ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അതേപോലെ നിങ്ങളും മാറണം. ആൻഡ് കേസ് സ്റ്റഡി അറ്റ് ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, ദി മെയിൻ തിങ് ഓവർ ഹിയർ, എക്സാംസ്. നിങ്ങൾ പഠിച്ചു, PYQs എല്ലാം ചെയ്യാൻ പറ്റും, പക്ഷേ ഒരു എക്സാം എഴുതണം. ഒരു എക്സാം എഴുതിയാലാണ് ഞാൻ എഴുതി മാർക്ക് നേടും എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റാം. കണ്ട ക്വസ്റ്റ്യൻസ് അവിടെ പഠിച്ചു, ആ പേജ് നമ്പർ 58 23ാമത്തെ ലൈനിലുണ്ട് എന്നോർത്ത് പറയല്ല വേണ്ടേ അവിടെ എന്താണെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പലർക്കും അറിയാമായിരിക്കും. നിങ്ങൾ ഒരു എക്സാം ഹാളിലൊക്കെ നിൽക്കുമ്പോൾ അയ്യോ ഈ ബുക്കിൽ ഇന്ന പേജിൽ ഇവിടെ അടുത്ത ഭാഗത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടാകും. ഓക്കെ, അങ്ങനെയല്ല, നമുക്ക് എന്താണ് അത് എഴുതാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്തണം. അതിനാണ് മക്കളെ എക്സാംസ്. ആൻഡ് അറ്റ് ലാസ്റ്റ് റിവിഷൻ. എക്സാമിൻ്റെ ഒരു 1 വീക്ക് നമുക്ക് എന്താണ് അത് ഗംഭീരമായിട്ട് റിവൈസ് ചെയ്യുക. ഇത് മതിയടാ നമുക്ക് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ ഫുൾ മാർക്കിലേക്ക് എത്താൻ. നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ തയ്യാറാണോ ഞങ്ങളോടൊപ്പം പഠിക്കാനായിട്ട്? ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം നിൽക്കുവാൻ വേണ്ടി. ഞങ്ങൾ നിങ്ങൾ പഠിപ്പിക്കും. നിങ്ങൾക്കുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ നൽകി നിങ്ങളെ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് ഫുൾ മാർക്കിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കാൻ വേണ്ടി തയ്യാറാണെന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഈ കാണുന്ന വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് കമൻറ്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങളുടെ ആ ഒരു ഉഷാർ കാണിക്കാനായിട്ട്, ആ ഒരു പവർ കാണിക്കാനായിട്ട്. ക്ലാസ് 10 CBSE ബോർഡ് എക്സാം മക്കളുടെ പവർ എല്ലാം തന്നെ കാണിക്കുന്നതാണ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യാം. സോ എല്ലാവർക്കും എന്താണ് സ്റ്റഡി പ്ലാൻ ആൻഡ് സ്റ്റഡി ടിപ്സ് ആൻഡ് ഈ ഒരു ലോജിക്കെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ വീണ്ടും കാണുമെന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ വൈൻഡപ്പ് ചെയ്യുന്നു. സോ bye guys, thank you all, and signing off, Afnas AK from Xylem Learning. Bye, thank you all.